ഹായ്, എല്ലാവർക്കും കൊമേഴ്സ് ലൈവിലേക്ക് സ്വാഗതം. കൊമേഴ്സ് ലൈവ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് UGC നെറ്റ് എക്സാമിൽ പ്രധാനമായും ഫസ്റ്റ് പേപ്പറിൽ അതുപോലെ തന്നെ കൊമേഴ്സ് സബ്ജക്റ്റുകളിൽ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ടൈപ്സ് ഓഫ് റിസർച്ചുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതിനെങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് കൊമേഴ്സ് ലൈവ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വി ആർ മൂവിങ് ടു ടൈപ്സ് ഓഫ് റിസർച്ച്. Research may be on the basis of paradigm. On the basis of paradigm, okay, search may be of three. That is quantitative research, qualitative research, and mixed method research. The quantitative research tries to explain variables, or it deals with quantities, in the sense it uses quantitative methods, quantitative data, etc. in order to data collection. The approach is quantitative. That's a real thing. So it really test a hypothesis, looking the cause and effect relationship between two variables or variables, and make predictions. Quantitative research always make predictions about something. Okay. And in qualitative research, that really tries to explain this or interpret social interactions. Okay. How one perceive the social phenomena, or how a particular group of people understand a particular event. Okay. And the approach is qualitative, in the sense it doesn't deal with numerics. ന്യൂമറിക്കൽ ഡാറ്റയുമായി അതിന് ബന്ധങ്ങൾ ഇല്ല. ഡാറ്റ കളക്ഷന് വേണ്ടി പൊതുവെ ഉപയോഗിക്കുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡുകൾ, ഇൻ്റർവ്യൂകൾ, ഒബ്സർവേഷനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള റിസർച്ചുകളാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചും മിക്സ്ഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതും ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളത്. ഇപ്പോൾ സപ്പോസ് ഒരു ഇൻ എ റിസർച്ചർ കളക്ടിങ് ഡാറ്റ ബൈ യൂസിങ് ക്വസ്റ്റ്നെയർ ആൻഡ് സം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആർ യൂസ്ഡ് ടു ഇൻ്റർപ്രറ്റ് the data, and at the same time one uses interview in order to know the perception of some persons towards the same event. So here he mixes the quantity and quality. So that is mixed research. And what are the types of quantitative research? There are two: experimental and non-experimental. നമ്മളിവിടെ UGC നെറ്റ് എക്സാമിൻ്റെ എങ്ങനെ ചോദ്യം വരാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ എക്സ്പെരിമെൻ്റൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് പൊതുവേ കാണുന്ന ചോദ്യം എന്ന് പറയുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് താഴെ പറയുന്നവയിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതേത്, താഴെ പറയുന്നവയിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയതേത് എന്നൊക്കെയാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് ദ റിസർച്ചർ ഹാവിങ് കൺട്രോൾ ഓവർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. The researcher tries to control at least one variable in an experimental research, and depends on purpose more variables may be controlled. And manipulation of independent variable നെ എന്ത് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യാം. And one of the most important characteristics is hypothesis. Okay. Predicting result. But the absence of hypothesis is the most important characteristics of qualitative research. Qualitative റിസർച്ചിനകത്ത് റിസർച്ചർ ഒരിക്കലും വേരിയബിളിനെ കൺട്രോൾ ചെയ്യുന്നില്ല. അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളോ ഡിപെൻഡൻറ്റ് വേരിയബിളോ അവിടെ പൊതുവേ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്ത് വേരിയബിൾ എന്ന് പറയുന്നത് നിർബന്ധമില്ലാത്ത കാര്യമാണ്. അതിനുണ്ടെങ്കിൽ തന്നെ അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളെന്നോ ഡിപെൻഡൻറ്റ് വേരിയബിളെന്നോ നമുക്കവിടെ പറയാൻ സാധിക്കില്ല. അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നും ഇല്ല. ഹൈപ്പോത്തീസിസ് ആബ്സെൻ്റ് ആണ്. ഹൈപ്പോത്തീസിസ്
നിർബന്ധമില്ല. ഇറ്റ് ഈസ് നോട്ട് എ മസ്റ്റ് ഇൻ qualitative research. And observations and measurements. Then non-experimental research also. Then what are the types of qualitative research? First one is ethnographic research. എന്താണ് ഒരു എത്നോഗ്രഫിക് റിസർച്ചിനകത്ത് ഒരു റിസർച്ചർ ചെയ്യുന്നത്? റിയലി ഒരു പെർട്ടിക്കുലർ എത്നിക് ഗ്രൂപ്പിൻ്റെ ഒരു കൾച്ചറൽ പാറ്റേൺസ്, അവരുടെ പെർസ്പെക്റ്റീവ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്നോഗ്രഫിക് റിസർച്ചുകൾ പൊതുവെ ഉപയോഗിച്ച് കാണുക. അതായത് വാട്ട് ആർ ദ കൾച്ചറൽ പാറ്റേൺസ് ഓഫ് എ പെർട്ടിക്കുലർ എത്നിക് ഗ്രൂപ്പ്സ് ആൻഡ് വാട്ട് ആർ ദ പെർസ്പെക്റ്റീവ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിങ്സ്. യഥാർത്ഥത്തിലുള്ള റിയൽ സെറ്റിങ്സിനകത്ത്, ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനകത്ത് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ അത് അവിടെ ഒരു സെറ്റിങ്സ് നമ്മൾ ഒരുക്കുന്നതാണ് പൊതുവെ. ഇത് റിയൽ സെറ്റിങ്സിനകത്ത്, നാച്ചുറൽ സെറ്റിങ്സിനകത്ത് ഒരു പർട്ടിക്കുലർ ജനവിഭാഗം ഒരു പർട്ടിക്കുലർ കാര്യത്തെ എങ്ങനെയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്, അതിൻ്റെ പാറ്റേൺ, കൾച്ചറൽ പാറ്റേൺസ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ എത്നോഗ്രഫിക് റിസർച്ചുകൾ ഉപയോഗിക്കുന്നത്. ഒബ്സർവേഷൻ ആയിരിക്കും പ്രധാനമായിട്ടും എത്നോഗ്രഫിക് റിസർച്ചിൻ്റെ ഡാറ്റ കളക്ഷൻ മോഡ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഫിനോമിനോളജിക്കൽ റിസർച്ചാണ്. ഫിനോമിനോളജിക്കൽ റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത ഇറ്റ് ഇൻ്റർപ്രറ്റ്സ് ദ മീനിങ് ഓഫ് പാർട്ടിസിപ്പൻസ് എക്സ്പീരിയൻസ് ടുവാർഡ്സ് എ ഫിനോമിനൻ. ഒരു പെർട്ടിക്കുലർ ഫിനോമിനൻ, സംഭവത്തെ എങ്ങനെയാണ് പാർട്ടിസിപ്പൻസ് എക്സ്പീരിയൻസ് ചെയ്തത് എന്നതാണ് പൊതുവെ ഫിനോമിനോളജിക്കൽ റിസർച്ചിനകത്ത് ചെയ്യുക. വാട്ട് ഈസ് ദ എക്സ്പീരിയൻസ് ഓഫ് ആൻ ആക്ടിവിറ്റി ഓർ കോൺസെപ്റ്റ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദി പാർട്ടിസിപ്പൻസ്. ആൻഡ് ഇൻ്റർവ്യൂ ഈസ് ദ പ്രൈമറി ടൂൾ ഇൻ phenomenological research. Next one, case study. Case study is the in-depth study. Okay. It is the in-depth study focusing on a single units. The single units may be an individual or may be an organization, may be an entity. Okay. ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ കുറിച്ചോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പേഴ്സണെ കുറിച്ചോ സെറ്റിങ്സിനെ കുറിച്ചോ ഇൻഡിവിജ്വലിനെ കുറിച്ചോ വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നതാണെന്ന് കേസ് സ്റ്റഡികളെന്ന് പൊതുവെ പറയുന്നത്. ദെൻ ഗ്രൗണ്ടഡ് തിയറി, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ, ഗ്രൗണ്ടഡ് തിയറി. എന്താണ് ഗ്രൗണ്ടഡ് തിയറികൾ ചെയ്യുന്നത്? ദ ഗോൾ ഓഫ് ഗ്രൗണ്ടഡ് തിയറി ഈസ് ടു ഇൻഡക്റ്റീവ്ലി ബിൽഡ് എ തിയറി അബൌട്ട് പ്രാക്ടീസ് ഓർ ഫിനോമിനൻ. ഒരു പർട്ടിക്കുലർ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്രാക്ടീസുകളെക്കുറിച്ച്, വ്യവഹാരത്തെക്കുറിച്ച് തിയറികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗ്രൗണ്ടഡ് തിയറിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. തിയറി അബൌട്ട് എ ഫിനോമിനൻ ഗ്രൗണ്ടഡ് ഇൻ ദ ഡാറ്റ ഇൻ എ പർട്ടിക്കുലർ സെറ്റിങ്സ് ആണ്. സോ the grounded theory often starts with the data collection. That is a previous year question. Which of the following types of research start with the data collection? Grounded theoryകൾ എപ്പോഴും ഡാറ്റ കളക്ഷനിൽ ആരംഭിക്കുന്നു. അപ്പോൾ ഡാറ്റ കളക്ഷനിൽ ആരംഭിക്കുന്ന റിസർച്ച് ഏത് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഗ്രൗണ്ടഡ് തിയറി. ആൻഡ് കണ്ടൻറ് അനാലിസിസ്. ദെൻ വാട്ട് മീനിങ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദീസ് മെറ്റീരിയൽസ്. ചില മെറ്റീരിയലിലോ ഗവൺമെൻറ് പോളിസികളിലോ ചില ഡോക്യുമെൻറ്റുകളിലോ എങ്ങനെയാണ് കാര്യങ്ങളുടെ മീനിങ്ങുകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടൻറ് അനാലിസിസുകൾ നടത്തുന്നത്. നെറേറ്റീവ് റിസർച്ച്, ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെയോ ഒരു പർട്ടിക്കുലർ പേഴ്സൺസിൻ്റെ എക്സ്പീരിയൻസ്, അതിൻ്റെ മീനിങ്ങുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നെറേറ്റീവ് റിസർച്ചുകൾ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ്. പാസ്റ്റ് ഈവൻസിനെ സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുകയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ചുകൾ ചെയ്യുന്നത്. ഹൗ ക്യാൻ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് ആർ ഇൻ്റർപ്രറ്റഡ്. എങ്ങനെയാണ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇവൻറ്റ്സുകളും റിപ്പോർട്ടുകളും ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നാണ് അവിടെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ ദീസ് ആർ ദ റിസർച്ച് ബേസ്ഡ് ഓൺ പാരഡിം. Then the second one is based on purpose. There are three research. First one, pure research. Second, applied research. And third, action research. In pure research, one tries to build a theory or adding knowledge to the existing theories. നിലവിലുള്ള തിയറികളിലേക്ക് പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊതുവെ ഉപയോഗിക്കുന്നതാണ് ഫണ്ടമെൻ്റൽ റിസർച്ച് അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് ഓർ ബേസിക് റിസർച്ച് എന്നറിയപ്പെടുന്നത്. ആൻഡ് ഈ റിസർച്ചിന് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് റിസൾട്ട് ഫോർ ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ യൂസ്. വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ യൂസിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതല്ല ഒരു പ്യുവർ റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സോ തിയറി ബിൽഡിംഗ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി അപ്ലൈഡ് റിസർച്ച്, അമീലിയോറേറ്റ് ദ പ്രിവെയിലിംഗ് സിറ്റുവേഷൻസ്. ദാറ്റ് ഈസ് ദ മെയിൻ പർപ്പസ്. നിലവിലുള്ള സ്ഥിതി മെച്ചപ്പെടുത്തുക, നിലവിലുള്ള ഒരു കാര്യത്തിൻ്റെ
ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇറ്റ് അപ്ലൈസ് എ തിയറി ഇൻ ഓർഡർ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം. ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് തിയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലൈഡ് റിസർച്ചായി. അവിടെ നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് തിയറിയാണ് കാണുന്നത്. സോ ഫോർ ദ സൊല്യൂഷൻ ഓഫ് ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ പ്രോബ്ലം, ഒരു പ്രത്യേക പ്രാക്ടിക്കൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നതാണ് അപ്ലൈഡ് റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സോ എക്സ്പ്ലോറിംഗ് ദ പോസിബിലിറ്റി ഓഫ് തിയറി ഫോർ യൂസ് ഇൻ വാരിയസ് സിറ്റുവേഷൻസ്. ആൻഡ് there is slight difference between the applied and action research. Studies carried out by professionals to improve their practices. This is also for the immediate solutions, but it is mainly focusing to improve the practices of professionals. A teacher, suppose a teacher try to improve the teaching practices to develop by developing a new method. That may comes under action research. Okay. So Stephen M. Covey is the exponent of action research. അദ്ദേഹമാണ് ആക്ഷൻ റിസർച്ചിൻ്റെ വക്താവ്, ആദ്യമായിട്ട് അത് ഉപയോഗിക്കുന്നത്. ദെൻ ഇംപ്രൂവിങ് ദ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ത്രൂ യൂസ് ഓഫ് ഇൻ്റർവെൻഷൻസ്. ഇൻ്റർവെൻഷനുകളിലൂടെ നിലവിലുള്ള സ്ഥിതി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ആക്ഷൻ റിസർച്ചുകളുടെ ഉദ്ദേശം. So these are the research based on purpose. Then on the basis of objectivity there are 3: exploratory, descriptive and explanatory research. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യന് ഉത്തരം തരുന്നു. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകൾ വാട്ട് ആൻഡ് ഹൗ എന്ന ക്വസ്റ്റ്യന് ആൻസർ തരുന്നു. എക്സ്പ്ലനേറ്ററി റിസർച്ച് വാട്ട്, ഹൗ ആൻഡ് വൈ എന്ന ചോദ്യത്തിന് ആൻസർ തരുന്നു. സോ കണ്ടക്ട് ടു എക്സ്പ്ലോർ എ വേരിയബിൾ. The exploratory research is conducted to explore a variable. ഒരു പെർട്ടിക്കുലർ വേരിയബിൾ എന്താണ് എന്ന് എക്സ്പ്ലോർ ചെയ്യുക മാത്രമാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിനകത്ത് ചെയ്യുന്നത്. സോ ഇറ്റ് ട്രൈസ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് സ്റ്റുഡൻസ് ദോസ് ഹു ആർ അണ്ടർഗോയിങ് SSLC. നിലവിലുള്ള SSLC സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്താണ്. ആൻഡ് ദിസ് ഇറ്റ് ഡസൻറ്റ് ട്രൈസ് ടു നോ ഹൗ ആൻഡ് വൈ ദീസ് maybe the achievements of students may be dependent to many other factors. Okay. And that is not addressed in exploratory research. What is happening, what is the achievement, okay, and how and why it is happening is not addressed in exploratory research. And when it comes to descriptive research, attempts to describe a variable systematically, answer the question how relationship established between two variables, how family background and achievements of students are related, how intelligence and achievements are related. Okay, that's may be addressed in descriptive research. So the relationship between two variables, how that is established, is going to be studied in descriptive research. And when it comes to explanatory research, research attempts to explain why and how it is happening. Some explore what is happening and try answer how it is happening and explain why this is happening, what are the factors behind. So why and how there is a relationship between two variables happening. Suppose in a researcher tries to know how family background of students goes to higher achievements or achievements of these students. So in exploratory research only the achievements, what is the present achievements is marked. In descriptive research how the family background and then achievements are marked. But in explanatory research how and why this family background relates to goes to achievements, that is also answered in explanatory research. Then there are some other types of research. First one is ex post facto research. It is the study to know the cause and effect of a phenomenon which have already been occurred. നിലവിൽ സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തിൻ്റെ കോസ്, അതിൻ്റെ കാര്യകാരണങ്ങൾ പഠിക്കുകയാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ചിനകത്ത് ചെയ്യുന്നത്. ദിസ് ഈസ് റിയലി ആസ് സെയിം ആസ് എക്സ്പെരിമെൻ്റൽ, ബട്ട് ദർ ഈസ് different, slightly different in the case of the control of independent variable.
In ex post facto, the researcher doesn't have any control over independent variable, but in the experimental research, the researcher has control over independent variable, So ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം സപ്പോസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തു, ആ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ എഫക്റ്റ് പരിശോധിക്കുക. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ഗവൺമെൻറ് നിലവിൽ വരുത്തി, അതിൻ്റെ എഫക്റ്റ് പരിശോധിക്കുക. ദെൻ അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നാച്ചുറൽ ഫിനോമിനൻ സംഭവിച്ചു, സുനാമി. ആ സുനാമി അതിൻ്റെ കാരണം എന്തായിരുന്നു, അത് പരിശോധിക്കുക. അപ്പോൾ ഒരു കോസും എഫക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ചിനകത്ത് പഠിക്കുന്നത്. ദെൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, meaningful and systematic record of past events. And there are two important terms to be remembered, that is external criticism and internal criticism. Both are relating to historical research. ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് ദ ക്രിറ്റിസിസം ഓഫ് ഡാറ്റ റിലേറ്റിംഗ് ടു എന്നുണ്ട്. ഓക്കെ, രണ്ടും എക്സ്റ്റേണൽ ക്രിറ്റിസിസം അതുപോലെ ഇൻറ്റേർണൽ ക്രിറ്റിസിസം ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായി ബന്ധപ്പെട്ടതാണ്. എന്താണിത്? ഒന്ന് എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ദ ഒതൻറ്റിസിറ്റി ഓഫ് ദി ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ചിനകത്ത് ഏത് ഡോക്യുമെൻറ്റിൽ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ആ ഡോക്യുമെൻറ്റിൻ്റെ ഒതൻറ്റിസിറ്റിയാണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം. ആൻഡ് ദ അക്യുറസി ഓഫ് ദ കണ്ടൻറ്റ് ഓഫ് ദ ഡോക്യുമെൻറ്റ് റിലേറ്റിംഗ് ടു ഇൻറ്റേർണൽ ക്രിറ്റിസിസം. ദെൻ സർവേ റിസർച്ച്, പ്രധാനമായിട്ടും ഒരു പോപ്പുലേഷൻ്റെ സ്വഭാവം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സർവേ റിസർച്ചുകൾ ഉപയോഗിക്കുന്നത്. മെത്തേഡ് ഓഫ് സോഷ്യോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ദാറ്റ് യൂസസ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് or statistical surveys to collect information about people, think and act, mainly is to know the current trends, mainly is to describe the population trends. Okay. Then there are two cross-sectional studies and longitudinal studies. In first one, cross-sectional studies, it is used to study a sample of population at a single point of time. Suppose in a study a researcher trying to know the dressing habits of women at a different age in Kerala. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു, ടീനേജ് എങ്ങനെ വസ്ത്രം ധരിക്കുന്നു, യൂത്ത് എങ്ങനെ വസ്ത്രം ധരിക്കുന്നു, ദെൻ അതുപോലെ തന്നെ പ്രായമായ ആളുകൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരേ സമയത്ത് ഇപ്പോൾ നമ്മൾ 2020 തന്നെ പഠിക്കുന്നു. അതിനുവേണ്ടി ഈ 2020 തന്നെ ചെറിയ കുട്ടികളായിട്ടുള്ള ആളുകൾ, ടീനേജ് ആയിട്ടുള്ള ആളുകൾ യൂത്തിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നു, പ്രായമായ ആളുകളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് പഠിക്കുന്നു. എന്നിട്ട് അതിലുള്ള ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ പറയുന്നു. എന്നാൽ so here yes, the study is conducted in a single point of time, but data are information collected from sample of populations. Okay, but in longitudinal study it gathers information at a different point in time in order to study changes over extended period of time. Suppose ഇതേ പഠനം നമ്മൾ പറയുന്ന ഡ്രസ്സിങ് ഹാബിറ്റ്സ്. അപ്പോൾ ഒരു ചെറിയ കുട്ടി ദെൻ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു, അതേ കുട്ടി തന്നെ ടീനേജർ ആകുമ്പോൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു, അതേ കുട്ടി തന്നെ യൂത്തിലെത്തുമ്പോൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു, അതേ കുട്ടി തന്നെ പ്രായമാകുമ്പോൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു. സോ സ്റ്റഡി അത് ഒരുപാട് വർഷം നീണ്ടു നിൽക്കാവുന്ന ഒരു സ്റ്റഡിയാണ്. സോ ഇൻ ലോങ്കിറ്റ്യൂഡിനൽ സ്റ്റഡി ഡാറ്റ കളക്റ്റഡ് ഫ്രം സെയിം പോപ്പുലേഷൻ, സെയിം യൂണിറ്റ്സ്, സെയിം സാമ്പിൾ അറ്റ് എ ഡിഫറൻറ്റ് പോയിൻ്റ് ഓഫ് ടൈം ഓവർ എ പീരീഡ് ഓഫ് ടൈം. But in cross-sectional, data may be collected from different groups, but the study is conducted in a single point of time. And longitudinal studies are maybe of panel studies, trend studies and cohort studies. Then pilot study, പ്രധാനമായിട്ടും ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ റിസർച്ച് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന സ്റ്റഡിയാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു നോ the feasibility of the study or whether the study is going to be taken is practical or not. നമ്മൾ നടത്താൻ പോകുന്ന സ്റ്റഡി കോസ്റ്റിൻ്റെയും ടൈമിൻ്റെയും മറ്റ് ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിൽ അത് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പ്രാക്ടിക്കലി ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒരു ട്രയൽ റൺ നടത്തുകയാണ് പൈലറ്റ് സ്റ്റഡിക്കകത്ത് ചെയ്യുന്നത്. എ സ്മോൾ സ്കെയിൽ
study is undertaken to decide if it is worth carrying out a detailed investigation. And we are moving to previous year questions. First one, ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിനകത്ത് ചെയ്തിരിക്കുന്നത് ഒരു ടൈപ്സ് ഓഫ് റിസർച്ചുകളും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകളും തന്നിട്ടുള്ളത് നമ്മളതിനെ മാച്ച് ചെയ്യണം. ഒന്ന് സർവേ റിസർച്ചുകൾ. പ്രധാനമായിട്ട് സർവേ റിസർച്ചുമായി ബന്ധപ്പെട്ട് ആദ്യം ഓർക്കേണ്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് കറണ്ട് ട്രെൻഡിനെയാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? യെസ്, ദ സി കറണ്ട് ട്രെൻഡ്. ദെൻ ആക്ഷൻ റിസർച്ച്. പൊതുവേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആക്ഷൻ റിസർച്ചുകൾ എന്ന് പറയുന്നത് ലോക്കൽ പ്രോബ്ലത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ലോക്കൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോക്കൽ പ്രോബ്ലം എവിടെയുണ്ട്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് പാസ്റ്റ് ഓറിയൻറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പെരിമെൻ്റൽ റിസർച്ചിനകത്ത് റിസർച്ചർ വേരിയബിൾ കൺട്രോൾ ചെയ്യുന്നും പറഞ്ഞിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് ബി. ദെൻ the term action in action research implies study leads directly to action. സെയിം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ ചില ടൈപ്സ് ഓഫ് റിസർച്ചും അതിൻ്റെ ക്യാരക്ടറിസും തന്നിട്ടുണ്ട്. സർവേ എന്ന് പറയുന്നത് എന്താണ്? പൊതുവേ നമ്മൾ സർവേ പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രൈബ് ദി പോപ്പുലേഷനാണ്. പോപ്പുലേഷനെ ഡിസ്ക്രൈബ് ചെയ്യാണ് സർവേ ചെയ്യുന്നത്, അതിൻ്റെ ട്രെൻഡ് ഡിസ്ക്രൈബ് ചെയ്യാണ് ചെയ്യുന്നത്. എക്സ്പെരിമെൻ്റൽ റിസർച്ചിനകത്ത് പറ്റിയത് എന്താ ഉള്ളത്? മാനിപ്പുലേഷൻ ഓഫ് വേരിയബിൾ അവിടെയുണ്ട്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് റിച്ച് സാമ്പിളാണ്. നമ്മൾ റിച്ച് സാമ്പിൾ എന്നുള്ള ടേംസ് ഉപയോഗിച്ചില്ല, പക്ഷേ ഇൻഡെപ്ത് സ്റ്റഡിയാണ്. സോ ഇൻഫർമേഷൻ റിച്ച് സാമ്പിളാണ്. ദെൻ ഡോക്യുമെൻ്റ് അനാലിസിസിനകത്ത് കണ്ടൻറ് അനാലിസിസ് ആണ് നടത്തുക എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ദ ആൻസർ ഈസ് ഡി. Then a concurrent evaluation of a program is an example of exploratory research. ഒരു പ്രോഗ്രാമിൻ്റെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇവാലുവേറ്റ് ചെയ്യുന്നു നമ്മൾ. അതിൻ്റെ കൺകറൻറ്റ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാം എന്താണ് എന്ന് നമ്മൾ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നാണ് അവിടെ പറയാൻ വേണ്ടി പോകുന്നത്. സോ ദാറ്റ് ഈസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ബേസിക് റിസർച്ച് അല്ല, കാരണം ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് തിയറി ബിൽഡിംഗ് ആണ്, തിയറിയിലേക്ക് പുതിയ നോളജുകൾ ആഡ് ചെയ്യുന്നതാണ്. ആക്ഷൻ റിസർച്ച് അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് പ്രൊഫഷണൽസ് കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ലോക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്ലൈ റിസർച്ച് എന്ന് പറയുന്നത് തിയറി അപ്ലിക്കേഷനാണ്. അതൊന്നും അല്ലാത്തതുകൊണ്ട് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. കോസ് എഫക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾ ഇസ് സ്റ്റഡീഡ് ഇൻ എക്സ്പെരിമെൻ്റൽ റിസർച്ച്. Then when a group of individuals is studied over a long period of time, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സമയത്തേക്ക് ഒരു ഗ്രൂപ്പിനെ തന്നെ പഠിക്കുന്നതിനെ നമുക്ക് ലോങ്കിറ്റ്യൂഡിനൽ അപ്രോച്ച് എന്ന് പറയാം. ഓക്കെ. Then criticism of data relating to historical research. A researcher intends to explore the effect of possible factors for the organization of effective midday meal intervention. മിഡ് ഡേ മീലിന് ഉച്ചക്കഞ്ഞി വിതരണം അല്ലെങ്കിൽ ഉച്ചഭക്ഷണ വിതരണം എന്ന് പറയുന്നത് ഓൾറെഡി നടന്ന ഒരു പ്രോഗ്രാമാണ്. ആ നടന്ന പ്രോഗ്രാമിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. സോ എഫക്റ്റ് ഓഫ് പോസിബിൾ ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഒരു സംഭവിച്ച കാര്യത്തിൻ്റെ എഫക്റ്റ് പരിശോധിക്കുക, കോസ് എഫക്റ്റ് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ദെൻ കോസ് എന്ന് പറയുന്നത് അവിടെ മിഡ് ഡേ പ്രോഗ്രാമാണ്, അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ് പോസ്റ്റ് ഫാക്ടോ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. Thank you. A researcher attempts to evaluate the effect of method of feeding. ഓക്കെ, ഇഫക്റ്റ് തന്നെയാണ് ഇവിടെയും പരിശോധിക്കുന്നത്. ഓഫ് ഫീഡിങ് ആങ്സൈറ്റി പ്രോൺനെസ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ എങ്ങനെയാണ് ഫീഡിങ്, മുലയൂട്ടൽ എന്ന് പറയുന്നത് കുട്ടികളുടെ ആങ്സൈറ്റിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? സോ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ്, പക്ഷേ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കാര്യമല്ല. അപ്പോൾ നമുക്ക് റിസർച്ചർക്ക് വേരിയബിളിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. സോ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഉപയോഗിക്കാവുന്നതാണ്. സോ ആൻസർ ഈസ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസർച്ച് ടൈപ്പ് ഫോക്കസ് ഓൺ അമീലിയോറേറ്റിംഗ് ദ പ്രിവെയിലിംഗ് സിറ്റുവേഷൻ. അമീലിയോറേറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മേക്കിംഗ് ബെറ്റർ, മെച്ചപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കാര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് തിയറികൾ ഉപയോഗിക്കുക എന്താണ് അപ്ലൈഡ് റിസർച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആൻസർ ഈസ് ബി. ദെൻ സെയിം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡ് നമ്മൾ റിസർച്ചിൻ്റെ ടൈപ്സ് വന്നിട്ടുണ്ട്, മറ്റൊരു സൈഡ് അതിൻ്റെ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റിസർച്ച് എപ്പോഴും എന്താണ്? തിയറി ബിൽഡിംഗ് ആണ്. സോ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2. ഓക്കെ. അപ്ലൈഡ് റിസർച്ച് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്ലൈഡ് റിസർച്ചുകൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിബിലിറ്റി ഓഫ് തിയറി ഫോർ യൂസ് ഓഫ് വേരിയസ് സിറ്റുവേഷൻസ്. ഓക്കെ. തിയറികൾ വ്യത്യസ്ത സിറ്റുവേഷനുകളിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ തിയറി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അവിടെയുണ്ട്. എക്സ്പ്ലോറിംഗ് ദ പോസിബിലിറ്റി ഓഫ് തിയറി ഫോർ യൂസ് ഓഫ് വേരിയസ് സിറ്റുവേഷൻസ് അവിടെ കാണാവുന്നതാണ്. ദെൻ സി ആക്ഷൻ റിസർച്ച്. നമുക്ക് പറയാവുന്ന ഇംപ്രൂവിങ് ആൻ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനാണ് ആക്ഷൻ റിസർച്ചിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ മറ്റൊന്ന് ഇവാലുവേറ്റീവ് റിസർച്ചാണ്. ഫൈൻഡിങ് ഔട്ട് ദ എക്സ്റ്റെൻസ് ഓഫ് പെർസീവ്ഡ് ഇമ്പാക്റ്റ് ഓഫ് എൻ ഇൻ്റർവെൻഷൻ. ഒരു ഇൻ്റർവെൻഷൻ്റെ പെർസീവ്ഡ് ഇമ്പാക്റ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. സോ ദ ആൻസർ ഈസ് എ. So for more questions, so you please use the following link. Okay, it is given there in blue. So please click it. Okay, the link, so that may lead you to a Google form where you will find more questions, more previous year questions which have already been asked in UGC NET exam. So okay, thank you for watching Commerce Live. Commerce Live വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി, റിസർച്ച് മെത്തഡോളജിയുടെ മറ്റൊരു ടോപ്പിക്കുമായി നാളെ നമ്മൾ വീണ്ടും കാണുന്നതാണ്. താങ്ക് യു.
താങ്ക് യു ഫോർ വാച്ചിങ് കോമേഴ്സ് ലൈവ്.